എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPLൽ ഇന്ന് നടന്ന മത്സരത്തിൽ ചരിത്ര വിജയവുമായി ഹൈദരാബാദിൽ ഇന്ന് നടന്ന 8ാം മത്സരത്തിൽ IPL ചരിത്രം തിരുത്തിക്കുറിക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത മുംബൈക്ക് ആദ്യം മുതൽ പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹൈദരാബാദിനു വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ട്രാവിസ് ഹെഡ് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മുംബൈ ഞെട്ടി. സിക്സറുകളും ഫോറുകളും കൊണ്ട് മുംബൈ ബോളർമാരെ താരം ഇന്ന് പഞ്ഞിക്കിട്ടു. 5ാം ഓവറിൽ ഹൈദരാബാദ് ഓപ്പണർ അഗർവാളിനെ ക്യാപ്റ്റൻ പാണ്ഡ്യ മടക്കിയെങ്കിലും അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് സഖ്യം ഹൈദരാബാദിനെ നൂർക്കടത്തി. വെറും 18 ബോളിൽ ആണ് ഹെഡ് ഇന്ന് തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി കുറിച്ചത്. എന്നാൽ 8ാം ഓവറിൽ 24 പന്തിൽ 9 ഫോറും 3 സിക്സും ഉൾപ്പെടെ 62 റൺസ് നേടി ഹെഡ് പുറത്തായി. ജെറാൾഡ് കോട്സയുടെ പന്തിൽ ആണ് താരം പുറത്തായത്. ഹെഡ് പുറത്തായെങ്കിലും അഭിഷേക് ശർമ്മ വീണ്ടും ഹൈദരാബാദ് ഇന്നിംഗ്സ് ഗിയർ മാറ്റി. പിന്നീട് അങ്ങോട്ട് അഭിഷേകിന്റെ വെടിക്കെട്ട് പ്രകടനത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 16 പന്തിൽ താരവും ഇന്ന് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 10ാം ഓവറിൽ ചൗള മുംബൈക്ക് വേണ്ടി അഭിഷേകിനെ മടക്കി ബ്രേക്ക് ത്രൂ സമ്മാനിച്ചെങ്കിലും ഹൈദരാബാദ് 10 ഓവറിൽ തന്നെ 160 റൺസ് നേടി മികച്ച നിലയിൽ എത്തിയിരുന്നു. 23 പന്തിൽ 7 സിക്സ് ഉൾപ്പെടെ 63 റൺസ് ആണ് അഭിഷേക് ഇന്ന് അടിച്ചുകൂട്ടിയത്. എന്നാൽ 4ാം നമ്പറിൽ എത്തിയ മാർക്രമും ഹെൻറിച്ച് ക്ലാസിനും ചേർന്ന് വീണ്ടും തകർത്തടിച്ചു. മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യ പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല. 55 പന്തിൽ 116 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് ആണ് ഇരുവരും ഇന്ന് കൂട്ടിച്ചേർത്തത്. ക്ലാസിൻ 34 പന്തിൽ 80 റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ മാർക്രം 42 റൺസ് നേടി മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. അങ്ങനെ 20 ഓവർ അവസാനിച്ചപ്പോൾ RCBയുടെ 263 എന്ന റെക്കോർഡ് ടോട്ടൽ മറികടന്ന് ഹൈദരാബാദ് 277 റൺസ് നേടി ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. മുംബൈ ബൗളിംഗിൽ ബുംറ മാത്രമാണ് ഒന്ന് പിടിച്ചുനിന്നത്. ബാക്കി എല്ലാവർക്കും കണക്കിന് കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം. 278 എന്ന കൂറ്റൻ ടാർഗറ്റ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈക്ക് മിന്നം തുടക്കമാണ് രോഹിത്തും ഇഷാൻ കിഷനും നൽകിയത്. ഇഷാൻ 13 പന്തിൽ 34 റൺസ് നേടി ഹൈദരാബാദിനെ വിറപ്പിച്ചെങ്കിലും ഷഹബാസ് ഹൈദരാബാദിന് വേണ്ടി ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. തൊട്ടടുത്ത ഓവറിൽ ക്യാപ്റ്റൻ കമിൻസ് വെടിക്കെട്ട് ഓപ്പണർ രോഹിത്തിനെ പുറത്താക്കിയപ്പോൾ മുംബൈ മുട്ടുകുത്തി. ആദ്യ പവർ പ്ലേയിൽ തന്നെ മുംബൈ 70 റൺസ് കടന്നെങ്കിലും പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ നിരാശപ്പെടുത്തിയപ്പോൾ ഹൈദരാബാദ് കളി ഈസിയായി ജയിച്ചു. ഇന്ന് ഹൈദരാബാദിന് മുന്നിൽ മുംബൈ ശരിക്കും നാണം കെട്ടു. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ശരിക്കും അടപടലം പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. പാണ്ഡ്യയ്ക്ക് പകരം രോഹിത് ആയിരുന്നു ഇന്ന് മുംബൈയെ നയിച്ചതെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം മുംബൈ ഇന്ന് കാഴ്ചവെച്ചേനെ. അപ്പോൾ മുംബൈയുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.